ഈ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അവസാനത്തെ പ്രക്ഷോഭം, പഞ്ചദിന പ്രക്ഷോഭം തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മുമ്പിൽ, ഹജൂർ കച്ചേരിയുടെ മുമ്പിൽ, മാധവരാവുവിന്റെ പ്രതിമയ്ക്ക് താഴെ ശ്രീ ജാഫർക്ക ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ, സുനിൽ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ കീഴിൽ 5 ദിവസമാണ് നമ്മൾ സത്യാഗ്രഹം ആരംഭിച്ചത്. അല്ലേ? 5 ദിന സത്യാഗ്രഹം നടക്കുന്ന വേളയിൽ വരണോ വരണ്ടയോ, ചെല്ലണോ അഭിവാദ്യം അർപ്പിക്കണോ വേണ്ടയോ? കാരണം ഈ തുലാസിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഇനി അങ്ങടെ കാണാൻ പോയി ജാഫർ ഖാനും സുനിലിനുമൊക്കെ ഷാളിട്ടാലോ? തമ്പുരാനാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഞങ്ങളുടെ ലാവണം തന്നെ തെറിച്ചു പോകുമോ എന്ന് ഭയന്ന് വരാത്തവരുമുണ്ട്. ഇപ്പൊ NGO അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് വരികയാണ്. സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോ എൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് കഴിഞ്ഞ പോലീസ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഞാൻ അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്, ഒരു വോട്ട് നമുക്ക് ജയിക്കണം. ഞാൻ അയാളെ ബന്ധു എന്ന നിലയിൽ അയാളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, UDFന്റെ ആൾ നോട്ട് ചെയ്യണം. ചെയ്തില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3 ഞാൻ വീടിന്റെ കോലായിലിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ടെടുത്തു. പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങിത്തരണം. എന്റെ അടുത്ത ബന്ധു, എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവരോട് പറഞ്ഞു, മനസ്സില്ല, അതിന് നീ വേറെ ആളിനെ നോക്കണം. ഇവിടെ രക്തബന്ധുത്വത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, ഇവിടെ ബന്ധുത്വത്തിന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നവന് പ്രസക്തിയില്ല, ഇവിടെ ഒരുമിച്ച് ടൂറ് പോകുന്നവന് പ്രസക്തിയില്ല, ഇവിടെ രാവിലെയും വൈകുന്നേരവും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഇടുന്നവന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ഒരൊറ്റ പ്രസക്തിയേ ഉള്ളൂ. അത് പ്രതിസന്ധിയുടെ ഊഷര ഭൂമിയിൽ ചൂട് കാറ്റടിച്ച് ഞങ്ങൾ തളർന്നു കിടന്നപ്പോ ഞങ്ങളോടൊപ്പം ആര് നിന്നു? ഈ കൊടി പിടിക്കാൻ ആരുണ്ടായി? ആരാണ് നമുക്ക് തണലേകിയവർ? അവരോടൊപ്പമാണ് നമ്മുടെ നിലപാട്. എനിക്ക് NGO അസോസിയേഷൻ നേതാക്കന്മാരോട് പറയാനുള്ളത്, ആഭ്യന്തരമന്ത്രി കടന്നു വരുന്നുണ്ട്. ഏതൊക്കെയോ മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ CPM-കാർ കയറിയിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉണ്ടായി. എനിക്കറിയില്ല എന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്. പക്ഷെ ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു, ഈ ഭരണകൂടം ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ഭരണകൂടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.